വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ചില നുണകൾ വീണ്ടും വൈറലായിട്ടുണ്ട്. നിയമസഭയിൽ മുഖ്യമന്ത്രി കസേരയിൽ ഭരണപക്ഷത്തിരുന്നു കൊണ്ടാണ് ഈ നുണകൾ എഴുന്നള്ളിക്കുന്നതെന്നാണ് വലിയ വലിയ വസ്തുത. എന്തിനാണ് ഇങ്ങനെ നുണകൾ വീണ്ടും വീണ്ടും പറയുന്നത്? പ്രതിപക്ഷത്തിരുന്ന് നുണകൾ പറഞ്ഞത് എന്തിനാണ് എന്ന് നമുക്ക് കൃത്യമായി അറിയാം. അത് അധികാരം കിട്ടാനും നിലവിലെ ഭരണകൂടത്തെ താഴെ ഇറക്കാനുമാണ് വി ഡി സതീശൻ നുണകൾ പറഞ്ഞിരുന്നത്. ആ വി ഡി സതീശൻ്റെ നുണകളുടെ കൂമ്പാരം തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ആരും അത് ഡിലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. വി ഡി സതീശൻ്റെ പേരിൽ നുണേശൻ എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ വീണ്ടും നുണ. എറണാകുളത്ത് പുനരധിവാസം നേരിടുന്ന ഒരു ഉന്നതിയെക്കുറിച്ച് നമുക്കറിയാം. അവിടെയുള്ള സ്ഥലത്തിൻ്റെ അളവ് അളന്ന് തിട്ടപ്പെടുത്തി അവിടെ പുറമ്പോക്ക് എത്രയുണ്ടെന്ന് കാണണം എന്നാണ് അവരുടെ സമരസമിതിയുടെ ആവശ്യം. അപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുകയാണ് അവരുമായി സംസാരിച്ചു. 1. 2, അവിടെ അവർക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകി. 2, അവർക്ക് വീടുകൾ വെച്ചു കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കും. 3, ഇങ്ങനെ എന്താണ് സ്ഥലം അവരുമായി സംസാരിച്ചു, ഒന്നാമത്തെ കള്ളം. പുനരധിവസിപ്പിക്കും, രണ്ടാമത്തെ കള്ളം. മൂന്നാമത്തെ കള്ളം അവർക്ക് വീടുകൾ വച്ച് നൽകും. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലിരുന്നാണ് ഈ സതീശ് മേനോൻ പറയുന്നത് എന്ന് കൂടി ചിന്തിക്കണം. മാധ്യമങ്ങൾ അത്രയും അലേർട്ടാണ്, അതുപോലെ സോഷ്യൽ മീഡിയ അലേർട്ടാണ്, അതുപോലെ പ്രതിപക്ഷവും വളരെ കരുത്തുറ്റ പ്രതിപക്ഷമാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ്. അവർ സമരസമിതി നേതാക്കളെ കണ്ടു. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ആളുകളും പ്രതിപക്ഷ നേതാക്കളും ഒക്കെ സമരസമിതി നേതാക്കളുമായി സംസാരിച്ചു. ഇങ്ങനെ എന്തെങ്കിലും ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പോഴാണ് സമരസമിതി നേതാവ് റഹീമൊക്കെ പറയുന്നത് അങ്ങനെ യാതൊരു ഉറപ്പും കിട്ടിയിട്ടില്ല. ഇവിടെ വകുപ്പ് മന്ത്രി തുളസി മാഡം വന്നിരുന്നു. അവർ വന്ന് പറഞ്ഞത് കോടതി 2 ആഴ്ചയ്ക്കുള്ളിലാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കോടതി വിധി നടപ്പിലാക്കുന്ന അത്രയും സമയമുണ്ട്. അതിനുള്ളിൽ ഇത് അളന്ന് തിട്ടപ്പെടുത്തി ഏതാണ് പുറമ്പോക്ക് എന്നൊക്കെ കണ്ടെത്താനുള്ള നടപടി സ്വീകരിക്കാമെന്നാണ് മന്ത്രി നൽകിയ ഉറപ്പ്. അത് അവർ അംഗീകരിക്കുന്നു. ശരിയാണ്, അവരുടെയും ആവശ്യം അതാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന്, ജനിച്ച് വളർന്ന മണ്ണിൽ നിന്ന് കുടിയൊഴിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല. ഇതിപ്പോൾ അവരെ കുടിയൊഴിപ്പിച്ച് വേറെ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് അവർ അംഗീകരിച്ചു എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. അത് അമ്പേ നുണയാണ്. ഇതെന്തിനാണ് ഈ നുണകൾ ഇദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നത്? ആരെ ബോധിപ്പിക്കാനാണ് ഈ നുണകൾ ആവർത്തിക്കുന്നത്? ഈ നുണകൾ ശരവേഗത്തിൽ മനുഷ്യരുടെ ചെവികളിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ നുണകളിൽ തന്നെ വീണ്ടും മുഖ്യമന്ത്രി അഭിരമിക്കുകയാണ്. ഈ നുണകളിൽ അഭിരമിക്കുന്നതിന് പകരം ശരിയായ ഇഷ്യൂസ് ഉണ്ട്. 17 ലക്ഷം കുട്ടികൾ CBSE എഴുതിയെങ്കിൽ അതിൽ കുറേയധികം കുട്ടികൾ കേരളത്തിൽ നിന്നുണ്ട്. അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ്. അവരുടെ കാര്യം എന്തായി എന്ന് നമ്മുടെ സർക്കാർ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഇതുവരെ വ്യക്തമല്ല. എന്തിന് ഈയിടെ തുടങ്ങിയ CJP പോലും, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി പോലും നാളെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ധന നികുതി വർധനവ്, അധിക നികുതി കുറയ്ക്കണമെന്ന പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി ഡി സതീശ മേനോൻ ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധികാരത്തിലെത്തിയപ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തപ്പോൾ പറഞ്ഞ വാക്കുകൾ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോകും. KN ബാലഗോപാലിൻ്റെ വാ അടപ്പിച്ചു, KN ബാലഗോപാലിനെയും വി ഡി സതീശ മേനോൻ വലിച്ചു കീറി ഒട്ടിച്ചു എന്നൊക്കെയാണ് തമ്പും ടൈറ്റിലുമൊക്കെ. കാണുമ്പോൾ ഞെട്ടും. പക്ഷെ പ്രസംഗം കേൾക്കുമ്പോഴറിയാം വീണ്ടും എന്താണ് തകിടം U-ടേൺ അടിച്ചിരിക്കുകയാണ്, തലകീഴായി മറിഞ്ഞിരിക്കുകയാണ് വി ഡി സതീശ മേനോൻ. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അദ്ദേഹം ഒരിക്കലും അധിക നികുതി വെട്ടിക്കുറയ്ക്കാൻ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി നിയമസഭയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ധന നികുതി. അത് പലപ്പോഴും ഖജനാവിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആ നികുതി പണം ഉപയോഗിക്കാറുണ്ട്. അത് ഏത് ഭരണസമിതി വന്നാലും അത് അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് കേരളത്തിലറിയാം, തമിഴ്നാട്ടിലെ വിലയല്ല കേരളത്തിൽ ഇന്ധനത്തിന് കൊടുക്കേണ്ടി വരുന്നത്. കേരളത്തിൽ വില കൂടുതലാണ്. ഇത് ജനങ്ങൾക്കറിയാം. പക്ഷേ മുൻ സർക്കാരിന് അത് ചെയ്യാൻ കഴിയാതെ പോയി എങ്കിൽ അത് വീഴ്ചയാണ്. ആ വീഴ്ചയാണ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വി ഡി സതീശൻ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ വി ഡി സതീശൻ അധികാരത്തിലെത്തുമ്പോൾ അത് തിരുത്തേണ്ടതല്ലേ എന്ന് എനിക്കും നിങ്ങൾക്കും ചോദിക്കാം. തിരുത്തേണ്ടത് തിരുത്തി പോകണമല്ലോ. അങ്ങനെ തിരുത്താൻ വി ഡി സതീശൻ മുൻകൈ എടുക്കുകയാണെങ്കിൽ, ഇല്ല ഞങ്ങൾ അധിക നികുതി പിരിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ പ്രതിപക്ഷം കൈയടിച്ച് പാസ്സാക്കും.
അത് പിന്നീട് ഒരു കീഴ്വഴക്കമായി മാറും. അങ്ങനെ വലിയ ഒരു സാധ്യതയെയാണ് ഇന്നലെ പുറങ്കാലുകൊണ്ട് വി ഡി സതീശൻ തകർത്ത് കളഞ്ഞത്. അതിനെയാണ് ചില ആളുകൾ എടുത്തു വച്ച് ആഘോഷിക്കുന്നത്. ഇതെന്ത് മറിമായമാണ് എന്ന് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല.